2024 ഫസ്റ്റിലത്തെ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഒരു കലണ്ടറായിട്ട് തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ കാണിക്കുന്നുണ്ട് ബോട്ടിൽ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇങ്ങനെ ക്യാപ്പ് ഉള്ളത് ആണെങ്കിൽ നമ്മൾ ഒരു മെറ്റൽ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ അത് ഉരുകി കിട്ടും. അങ്ങനെ അത് ഇളക്കി മാറ്റുക. അങ്ങനെ അതിൻ്റെ ബോട്ടിലിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ പ്ലാസ്റ്റിക് ഉരുക്കി കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത് ബോട്ടിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി നാൾ പഴയതായതുകൊണ്ട് തന്നെ അത് മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ എടുത്ത് ഒന്ന് ഉരക്കുമ്പോൾ തന്നെ ആ കടലാസെല്ലാം പോയി കിട്ടും. കലണ്ടർ ആയതുകൊണ്ടാണ് ഞാൻ ആ സ്ക്വയർ ടൈപ്പുള്ള ബോട്ടിൽ സെലക്ട് ചെയ്തത്. അത് കുറച്ച് പഴയതായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ ഒത്തിരി പണിയുണ്ടായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്ത് ഉണങ്ങാൻ വെച്ച് അങ്ങനെ ആദ്യം തന്നെ അതിൻ്റെ മുകളിലൊരു അക്രിലിക് പെയിൻറ്റ് ബേസ് കോട്ട് അടിക്കുന്നുണ്ട്. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2024 ഒരു കലണ്ടർ പ്രിൻ്റ് ചെയ്തെടുത്തു. കളർ പ്രിൻ്റ് തന്നെ എടുത്തു. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റി. അതിന് ശേഷം അതിൻ്റെ എഡ്ജസൊക്കെ നമ്മൾ സാധാരണ കൈ കൊണ്ട് തന്നെ കീറി എടുത്ത് സ്ക്വയർ ടൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പേപ്പറിൻ്റെ ഒരു ലെയർ വെള്ളം തൊട്ട് ചെറുങ്ങനെ തുടച്ച് കളയുകയാണെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഡയറക്റ്റ് ഒട്ടിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട്. അങ്ങനെ എല്ലാം ഒട്ടിച്ച് വെച്ച് അതിന് ശേഷം ഞാൻ കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ പെയിൻ്റ് അടിക്കലൊക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങളെ കഴിവിനനുസരിച്ചിട്ട് എല്ലാവർക്കും ഡ്രോയിങ് കപ്പാസിറ്റി എല്ലാം വെച്ചിട്ട് മനോഹരമാക്കാവുന്നതാണ്. അങ്ങനെ കലണ്ടറിൻ്റെ എല്ലാ മാസവും ഒട്ടിച്ച് പിന്നെ ഇയറും അതുപോലെ ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത്. അങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്ത് പിന്നെ കുറച്ചും കൂടി പെയിൻറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്ത് ബോറാക്കലാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അതിനെ ബോറാക്കാം എന്നുള്ളതാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ബ്രഷ് എടുത്ത് കുറേ അവിടെ ഇവിടെയൊക്കെ അടിച്ച് സിമ്പിളായിട്ട് വേണ്ടവർക്ക് സിമ്പിളായിട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്. കുപ്പി ക്ലീൻ ചെയ്ത് ബേസ് കോട്ട് അടിച്ച് പിന്നെ നമുക്ക് എത്ര കോട്ട് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ പിന്നെയും പെയിൻ്റ് അടിക്കാം. അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് കുപ്പി നല്ല ഭംഗിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ ബോട്ടിൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇതൊന്ന് ചെയ്ത് നോക്കാം.